നമ്മൾ ഹലോ മൂവി സിനിമ കാണാൻ വന്നതാണ് PVR ലുലു മോൾ. വനിതൻ്റെ കാസ്റ്റ് ആൻഡ് ക്രൂ ഉണ്ട്. ഹലോ മമ്മി ഐശ്വര്യലക്ഷ്മി എന്നുള്ള ഒറ്റ പേര് കാരണമാണ് ഞാൻ ഈ സിനിമ കാണാൻ പോയത്. കാരണം ഐശ്വര്യലക്ഷ്മി എ ഐഷു എനിക്ക് പണ്ട് തൊട്ട് വളരെ ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു നടിയാണ്. ഐശ്വര്യലക്ഷ്മിയുടെ സിനിമ ചോയ്സസ് എനിക്ക് പൊതുവെ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര യുണീക്കായിട്ടുള്ള സിനിമകളാണ് അഭിനയിക്കുന്നത്. ഒരു സ്ഥലത്ത് ഗാട്ട ഗുസ്തി പോലത്തെ ഒരു സിനിമ എടുക്കും, പിന്നെ PS1-2 പോലത്തെ ഉള്ള സിനിമയിൽ അഭിനയിക്കും. അങ്ങനെ പല 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 ടൈപ്പ് സിനിമകൾ. മായാനദി അഭിനയിച്ച അതേ നടി തന്നെ അർച്ചന 31 നോട്ട് ഔട്ട് പോലത്തെ ഒരു സിനിമ അഭിനയിക്കും. എനിക്കെന്തോ ഐഷുയുടെ അല്ലെങ്കിൽ ഐശ്വര്യലക്ഷ്മിയുടെ ആ ഒരു ഓറയും അങ്ങനത്തെ ഒരു പേഴ്സോണയും എനിക്കിഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഒരു സിനിമ പോലും മിസ് ചെയ്യില്ല. മാക്സിമം ഞാൻ ഏത് സിനിമയാണെങ്കിലും ഞാൻ കാണാൻ ശ്രമിക്കും. അതുകൊണ്ട് മാത്രമാണ് ഈ സിനിമ ഞാൻ കാണാൻ പോയത്. എന്നെ സംബന്ധിച്ചിട്ട് ഈ സിനിമ ഒരു നിരാശയാണ്. കാരണം ഹൊറർ കോമഡിയാണെന്ന് എനിക്കറിയാമായിരുന്നു. ട്രെയിലർ കണ്ടപ്പോഴേക്കും എന്നെ ഞെട്ടിച്ച കാര്യം അത് തന്നെയായിരുന്നു. ഞാൻ ഹലോ മമ്മി എന്ന് കണ്ടപ്പോൾ വേറെന്തോ ഫാമിലി പടമൊക്കെ ആയിരിക്കുമെന്ന് വിചാരിച്ച് ട്രെയിലർ കണ്ടപ്പോഴേക്കും പെട്ടെന്ന് ട്രെയിലർ ഒരു ട്വിസ്റ്റ് ഉണ്ട്. അപ്പോഴാണ് ഇത് ഹൊറർ കോമഡി ആണല്ലോ എന്നുള്ള ഒരു ട്വിസ്റ്റിലേക്ക് ഒരു സംഭവം എനിക്ക് ഫീൽ ആയത്. ആലോചിക്കുമ്പോൾ ആ ട്രെയിലർ കാണണ്ടായിരുന്നു, അല്ലാതെ തന്നെ കാണാൻ പോയിരുന്നു. കുറച്ചുകൂടി ഒരു സർപ്രൈസ് എലമെൻറ്റ് കിട്ടിയാനെ. ഈ സിനിമയെ സംബന്ധിച്ച് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ഒരു കപ്പ് ഓഫ് ടീ ആയിട്ട് എനിക്ക് ഈ സിനിമ ഫീൽ ചെയ്തില്ല. ഭൂൽ ഭുലയ്യ 2ഉം 3 ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ പറ്റിയൊരു മൂവി ആയിരിക്കും. എനിക്ക് ആ സിനിമകളും തീരെ പിടിക്കാത്ത സിനിമകളാണ്. അപ്പോൾ ആ ഒരു ടൈപ്പ് ഓഫ് രീതിയിലുള്ള ഒരുപാട് കോമഡി, ഇങ്ങനെ ചളി വാരി അറിയുന്ന രീതിയിലുള്ള ടൈപ്പ് ഓഫ് കോമഡി, കുറച്ച് എക്സാജറേറ്റഡ് ടൈപ്പ് ഓഫ് ആക്ടിങ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അതിനകത്തുള്ളത്. ഹൊറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേടിപ്പെടുത്തുന്ന ഹൊറർ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമല്ല. അങ്ങനെയാണ് എനിക്ക് ഫീൽ ആയത്. അപ്പോൾ ആ ടൈപ്പ് ഓഫ് മൂവി ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ സിനിമ നിങ്ങൾക്ക് പറ്റിയ സിനിമയായിരിക്കാം. എന്തായാലും എനിക്ക് പറ്റിയൊരു മൂവിയായിട്ട് എനിക്കിത് ഫീൽ ആയില്ല. അതുകൊണ്ട് തന്നെ ഈ മൂവി എനിക്ക് നിരാശയായിരുന്നു. ഇതിനകത്ത് ജോണി ആൻ്റണി ചേട്ടനുണ്ട്. എപ്പോഴത്തെയും പോലെ തന്നെ എനിക്ക് പ്രത്യേകിച്ച് പുതുമ ഒന്നും ഫീൽ ചെയ്തില്ല. എനിക്ക് ഭയങ്കര വലിയ ഡിസപ്പോയിൻമെൻ്റ് ആയിട്ട് ഈ സിനിമ തോന്നാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജഗദീഷ് ഏട്ടൻ ഈ അടുത്ത് ചെയ്തിട്ടുള്ള എല്ലാ റോളും മികച്ച രീതിയിൽ കൈകാര്യം ചെയ്തിരിക്കുന്ന ജഗദീഷ് ഏട്ടൻ്റെ ആക്ടിങ് എനിക്കിന്നത് ഭയങ്കര ഓവർ ആക്ടിങ് ആയിട്ട് ഫീൽ ചെയ്തു. പിന്നെ ജോമോൻ ജ്യോതിർ നമ്മുടെ വാഴയിലും ഗുരുവായൂർ അമ്പലനടയിൽ ആ മച്ചാൻ, എനിക്കിതിനകത്ത് ഭയങ്കര ഓവറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എനിക്ക് ബാക്കി എല്ലാ പടത്തിലും പുള്ളിയെല്ലാം ഇഷ്ടപ്പെട്ടേക്കാണ്. ഈ സിനിമയിൽ എല്ലാവരും ഇങ്ങനെ അത് പർപ്പസ്ഫുള്ളി ഡയറക്റ്റ് അങ്ങനെ പറഞ്ഞിട്ട് ചെയ്തേക്കണമെന്ന് എനിക്കറിയില്ല. ഭയങ്കര ഓവർ ആക്ടിങ് ആണ് എനിക്ക് ഈ സിനിമയിൽ ഫീൽ ആവുന്നത്. പിന്നെ അതുപോലെ ഷറഫുദ്ദീൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ്. പ്രേമത്തിൽ അത്ര ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ് ഗിരിരാജൻ കോഴി എന്നുള്ള. അതിനുശേഷം ഷറഫുദ്ദീനെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട റോള് ഓബ്വിയസ്ലി 5-ാം പാതിരയിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എനിക്ക് വരത്തലിനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം ഞാനത് അത്രയും എൻജോയ് ചെയ്ത ഷറഫുദ്ദീൻ്റെ സിനിമകളാണ്. അതിനുശേഷം നിരാശകളാണ് എനിക്ക് ഏത് സിനിമ കാണുമ്പോഴും. ഷറഫുദ്ദീൻ ഇൻ റീസെൻറ്റ് ടൈംസ് നെവർ ഫെയിൽസ് ടു ഡിസപ്പോയിൻറ്റ് മീ എന്നുള്ള ഒരു അവസ്ഥയാണ്. ഇച്ചിരിയെങ്കിലും ഒരു ആശ്വാസം ഞാൻ കണ്ടെത്തിയത് ബോഗൻവില്ല കണ്ടപ്പോൾ അതിനകത്ത് ഷറഫുദ്ദീന് കൊടുത്ത റോള് ഡീസൻ്റ് ആയിരുന്നു എന്നുള്ളതാണ്. അല്ലാതെ ഞാൻ കണ്ടിട്ടുള്ള എല്ലാ സിനിമയും എനിക്ക് ഷറഫുദ്ദീൻ്റെ ഭയങ്കര ഡിസപ്പോയിൻമെൻറ്റാണ് നൽകിയത്. ഇതും ഇറ്റ് ഈസ് നോ ലെസ്. കുറച്ച് ചിരിക്കാനുള്ള സംഭവങ്ങളുണ്ടെങ്കിലും അതൊക്കെ ഇങ്ങനെ എന്താ പറയുക, ഓർത്തിരിക്കാൻ പറ്റിയ സാധനങ്ങളോ അങ്ങനെ ഒന്നുമായിട്ട് എനിക്ക് ഫീൽ ആവുന്നില്ല. ഒരുപാട് ഹൊറർ കോമഡി ചിത്രങ്ങൾ ഇതേ കൊല്ലം തന്നെ ഇറങ്ങിയതേ, പുറകെ ഇരിക്കുന്ന 2 അതൊക്കെ ഞാൻ എൻജോയ് ചെയ്തിരുന്നു. പക്ഷേ ഇതെനിക്ക് ദഹിച്ചില്ല ഗൈസ്. ഞാനത് തുറന്നു പറയുന്നു. ടിക്കറ്റ് പൈസ കൊടുത്തെടുത്ത് കാണുന്ന ഒരു പ്രേക്ഷകൻ എന്ന നിലയ്ക്ക് ഞാൻ എൻ്റെ അഭിപ്രായം ഇവിടെ തുറന്നു പറയാണ്. മേക്കേഴ്സിന് ഒന്നും തോന്നരുത്. കുറച്ച് പോസിറ്റീവ് കാര്യം എനിക്ക് ഫീൽ ചെയ്തത് ഞാൻ പറയാം. ഒന്നാമത് ഇതിനകത്ത് VFX ചെയ്തിരിക്കുന്ന അത്യാവശ്യം ഡീസൻ്റ്, എനിക്ക് എൻ്റെ ബഡ്ജറ്റൊന്നും അറിയില്ല, അത്യാവശ്യം ഡീസൻ്റായിട്ട് തോന്നി. പിന്നെ ഐശ്വര്യലക്ഷ്മിയുടെ ക്യാരക്ടർ ചില സ്ഥലങ്ങളിൽ വളരെ കൺവിൻസിങ് ആണ്, ചില സ്ഥലങ്ങളിൽ ഭയങ്കര ഓവറാണ്. അതാണ് ഐഷു വരെ ഞാൻ ഇങ്ങനെ ഒരു ഓവർ ആക്ട് ചെയ്ത് ഞാൻ വേറെ സിനിമയിൽ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു അവർ ഉദ്ദേശിച്ചത് ആ ഒരു കാരിക്കേച്ചർ അല്ലെങ്കിൽ ഒരു ഓവർ ദ ടോപ്പ് ലെവൽ ഓഫ് ആക്ടിങ് രീതിയിലാണ് എല്ലാവരെയും ഇതിനകത്ത് അവർ ക്യാരക്ടറൈസ് ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് ഫീൽ ആയത്. പക്ഷേ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. അതാണ് ഞാൻ പറയുന്നത്. എനിക്ക് 2 മണിക്കൂറും 10 മിനിറ്റോ എന്തോ ആണ് സിനിമയെന്ന് തോന്നുന്നു. പക്ഷേ എനിക്ക് ചില സ്ഥലത്തൊക്കെ ഭയങ്കരമായിട്ട് ഡ്രാഗ് അനുഭവിച്ചു. പിന്നെ ഇതിനകത്തൊരു വില്ലനുണ്ട്. വില്ലൻ്റെ ക്യാരക്ടറൈസേഷനൊക്കെ ഒരുമാതിരിയാണ്. പക്ഷേ വില്ലനെ കാണാനൊരു
ഡ്രാക്കുള ലുക്ക് ഉണ്ടായിരുന്നു. ആളെ വാമ്പയറായിട്ട് കാസ്റ്റ് ചെയ്യാൻ പറ്റും. അതൊരു പോസിറ്റീവ് കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ഇതിനകത്ത് ആ ഒരു ഡാർക്കർ ടോൺ, ഇതിനകത്ത് വേറെ കുറച്ച് സംഭവങ്ങൾ കാണിക്കുന്നുണ്ട്. ഒരു പർട്ടിക്കുലർ ഒരു വിഭാഗത്തെ പറ്റി പറയുന്നുണ്ട്. ആ പേരെനിക്ക് വായിൽ കിട്ടുന്നില്ല. ആ ഒരു സാത്താൻ സേവകർ അല്ലെങ്കിൽ ഒരു സ്പിരിറ്റ് കുറച്ച് ഡ്വെല്ലേഴ്സ് പോലത്തെ ആൾക്കാരുണ്ട്. അവരുടെ പോർഷൻ കാണിച്ചിരിക്കുന്ന അത്യാവശ്യം ഡീസൻ്റായിട്ട് തന്നെയാണ്. ഇതിനകത്തൊരു അമ്മൂമ്മ, ഒരു പ്രേത അമ്മൂമ്മേനെ കാണിക്കും. പുള്ളിക്കയുടെ മേക്കപ്പും ആ സെറ്റിങ്ങും ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പോസിറ്റീവായിട്ട് തോന്നിയ ഏക കാര്യങ്ങൾ. ബാക്കിയൊക്കെ എനിക്കൊരു ഹാഫ് ബേക്ക്ഡ് അറ്റംപ്റ്റ് അങ്ങനത്തെ രീതിയിലൊക്കെയാണ് എനിക്ക് ഫീൽ ആയത്. എൻ്റെ മാത്രം അഭിപ്രായമാണ് ഞാനീ പറയുന്നത്. നിങ്ങൾ സിനിമ കണ്ടാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഗംഭീരമായിട്ട് തോന്നിയേക്കാം. അതുകൊണ്ട് ഞാൻ തിയേറ്ററിൽ പോയി സിനിമ കാണുക. ഇതൊരു തിയേറ്റർ വാച്ചാണ്, കാരണം ഇത് തിയേറ്ററിൽ കണ്ടാലേ ഇതിൻ്റെ രസം ഉണ്ടാവുള്ളൂ എന്ന് എനിക്ക് ഫീൽ ചെയ്യണത്. അൺഫോർച്ചുനേറ്റ്ലി ദിസ് വാസ് ഇൻ മൈ കപ്പ് ഓഫ് ടീ. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പിന്നെ മ്യൂസിക് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ പാട്ടുകളൊക്കെ എനിക്ക് അത്ര വലിയ ഇമ്പ്രസീവായിട്ട് എനിക്ക് ഫീൽ ആയില്ല. ക്യാമറ വർക്ക് ഓക്കെ, എടുത്ത് പറയത്തക്കതായിട്ട് എനിക്ക് അങ്ങനെ ഒന്നും എനിക്ക് ഫീൽ ആവുന്നുണ്ടായിരുന്നില്ല. ഇതിനകത്ത് അമ്മ ക്യാരക്ടേഴ്സൊക്കെ പ്ലേ ചെയ്യുന്നവർ അവരൊക്കെ ഇങ്ങനെ ഭയങ്കര, ഞാൻ പറയില്ലേ, ഭയങ്കര കാരിക്കേച്ചർ ലെവൽ അല്ലെങ്കിൽ ഭയങ്കര ഓവർ ദ ടോപ്പ് ക്യാരക്ടേഴ്സ് ആയിരുന്നു. എനിക്ക് അതൊന്നും തീരെ അങ്ങോട്ട് ഡൈജസ്റ്റ് ആയില്ല. ഇതിനകത്ത് ഹലോ മമ്മി എന്ന് പറഞ്ഞാൽ മെയിൻ മമ്മീനെ കാണിക്കുമെന്ന് വിചാരിച്ചു, പക്ഷേ അതൊരു നല്ലൊരു ആക്ട്രസ് ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അങ്ങനൊരു സംഭവം ഉണ്ടായില്ല. ഈ സിനിമയ്ക്ക് ഒരു സീക്വലുണ്ട്. ഇതെന്തിനാണെന്ന് പോലും എനിക്ക് മനസ്സിലായില്ല. എല്ലാവരും ഇപ്പോൾ എന്ത് പടം ഇറക്കിയാലും സീക്വൽ. ഈ അടുത്ത് കുറേ അപരാധങ്ങൾ വന്നത്, അതിനും സീക്വൽ, എല്ലാം സീക്വൽ. അതൊക്കെ നടക്കുമെന്ന് പോലും എനിക്ക് തോന്നണില്ല. കാരണം അത്രയും ആൾക്കാർക്ക് വെറുത്തിട്ട് ഇതേ ഇന്നോടെ വാഷ് ഔട്ടായി പോയ പടങ്ങളൊക്കെ ഉണ്ട്. അതിനൊക്കെ സീക്വൽ വന്നിട്ടുണ്ട്. ഇതിനും സീക്വൽ ഇട്ടിട്ടുണ്ട്. ഇത് ഹിറ്റായി ആൾക്കാർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഓക്കെ, വെൽ ആൻഡ് ഗുഡ്. സീക്വൽ വന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമായിരിക്കും. പക്ഷേ ഐ ആം നോട്ട് വെരി ഹൈപ്ഡ് ഫോർ ദ സീക്വൽ. ആ ഒരു മമ്മിയുടെ ബാക്ക് സ്റ്റോറി വല്ലതും ആണെങ്കിലും മമ്മി ആരാണെന്ന് അറിയാൻ ഒരാഗ്രഹമുണ്ട്. മമ്മി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രണ്ടൻ ഫ്രേസറിൻ്റെ റോക്കൊക്കെ അഭിനയിച്ച മറ്റേ സ്കോർപ്പിയൻ കിങ് മമ്മിയല്ല, ഇത് മമ്മി എന്ന് പറഞ്ഞാൽ അമ്മ. അപ്പോൾ ഇതിനകത്ത് അമ്മ പാസമുണ്ട്, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായി. അത് ഞാൻ പറയാം, എനിക്ക് ആ ഒരു അവസ്ഥയാണ്, അങ്ങനത്തെ ഒരു സീനാണ് എനിക്ക് ഫീൽ ആയത്. പിന്നെ ഇതിനകത്ത് നമ്മുടെ ബിന്ദു പണിക്കർ ചേച്ചിയുണ്ട്. ചേച്ചിയുടെ ക്യാരക്ടറും എന്തോ പോലെ ചില സമയത്തൊക്കെ എനിക്ക് വല്ലാതെ ക്രിഞ്ചടിച്ച് കണ്ടിട്ട്. ചേച്ചി റോർഷാക്കിൽ ഞാൻ കണ്ടേക്കണ ചേച്ചി എനിക്ക് ശേഷം എനിക്ക് ഇതിനകത്തൊക്കെ കണ്ടപ്പോഴേ മധുരമനോഹര മോഹത്തിലൊക്കെ ചേച്ചി അഭിനയിച്ചതൊക്കെ കിടിലൻ റോളാണ്. അത് റോർഷാക്കിൽ വേറെ ലെവലായിരുന്നു. ഇതിനകത്ത് എന്തും അങ്ങനത്തെ ഒരു ഫീലാണ് എനിക്ക് തോന്നിയത്. എന്തെന്നാണ് ചേച്ചീനെ കൊണ്ടുവന്ന് കാണിക്കുന്നത്, അങ്ങനത്തെ ഒരു സാധനമാണ്. ഇക്കാലഘട്ടത്തും ചേച്ചിയെ കൊണ്ട് ഇതൊക്കെ ഇങ്ങനത്തെ റോളൊക്കെ കോമഡി എന്നുള്ള പേരിൽ ചെയ്യിപ്പിക്കാണപ്പോൾ എനിക്ക് സങ്കടം തോന്നി കേട്ടോ. എനിക്കെന്തോ അങ്ങോട്ട് എനിക്ക് ഡൈജസ്റ്റ് ആയില്ല സംഭവം. പിന്നെ അജു വർഗീസിൻ്റെ റോള് ഞാൻ പറഞ്ഞില്ലേ, ഇവരൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബിന്ദു പണിക്കർ ചേച്ചി ആയിക്കോട്ടെ, അജു വർഗീസ് ആയിക്കോട്ടെ, ഷറഫുദ്ദീൻ ആയിക്കോട്ടെ, ഐഷു ആയിക്കോട്ടെ, ജഗദീഷ് ചേട്ടൻ വേറെ ലെവലാണ്. പക്ഷേ എന്തോ ഇവരെ ആരും പ്രോപ്പറായിട്ട് യൂസ് ചെയ്തതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. എൻ്റെ ഡയറക്ഷൻ ഐ ആം നോട്ട് വെരി ഇംപ്രസ്ഡ് വിത്ത് ഇറ്റ്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ വേറെ കൂടുതലൊന്നും പറയുന്നില്ല ഗൈസ്. എനിക്ക് ഈ പടം ഇഷ്ടപ്പെട്ടില്ല, അത് ഞാൻ പറയുന്നു, അത്രേ ഉള്ളൂ. ബൈ. പക്ഷേ നിങ്ങൾ തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി സിനിമ കാണുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എടുത്താൽ മതി. എൻ്റെ അഭിപ്രായം എടുക്കണമെന്നില്ല, ഇത് ഞാൻ എൻ്റെ അഭിപ്രായം തുറന്നു പറയുന്നു എന്നുള്ളൂ. ഇറ്റ് ഡസൻ മീൻ ദ മൂവി ഈസ് ബാഡ് ഓർ എനിത്തിങ്. എനിക്ക് ഈ മൂവി വർക്കായില്ല എന്നേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അപ്പോൾ നാളെയും ഒരുപാട് റിലീസസ് ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം കണ്ടിട്ട് അഭിപ്രായമൊക്കെ ഇടാം. ബൈ.